വിജയ് ചിത്രങ്ങൾ വർഷങ്ങൾക്കുമിപ്പുറം റിലീസ് ചെയ്യുന്ന ഒരു ട്രെൻഡിൽ ഈ സിനിമയെ ഉൾപ്പെടുത്താമോ എന്നറിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. കാലത്തിന് മുമ്പേ വന്ന സിനിമയാണ്. അതിൻ്റെ കാലം ഇപ്പോഴായിരുന്നു. ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ചെയ്തു എന്നുള്ളൊരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണെന്ന് പറയുന്നിടത്ത് കാണിക്കുന്നത് വിദ്യാസാഗർ മ്യൂസിക്കിൽ എന്നുള്ളതാണ്. സംഗീതത്തിൻ്റെ വലിയൊരു എലമെൻ്റാണ്. ഈ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ വരുന്നവർ, തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കണമെന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ സൗണ്ടിങ് തന്നെയാണ്. അത് പ്രത്യേകിച്ചും എന്തൊരു മഹാനുഭാവലൊരു ഒരു കമ്പോസിഷൻ മലയാളത്തിലുണ്ടായിട്ടില്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലുണ്ടായിട്ടില്ല. ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ എന്താണോ നമുക്ക് തരേണ്ടത് അത് തന്നത് 24 വർഷത്തിന് ശേഷമാണ് ശരിക്കും. ഈ ചിത്രത്തെക്കുറിച്ചും തിരയെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലാലേട്ടനെ ഇങ്ങനെ പ്ലേസ് ചെയ്യാനൊരു കാരണം കൂടിയായിരുന്നു. ഈ സിനിമയിലേക്ക് ലാല് വന്നു ചേർന്നതാണ്. ലാല് നമ്മുടെ ആദ്യത്തെ ഒരു ചിന്തയിൽ ലാല് ആയിരുന്നില്ല. ലാല് വന്നതുകൊണ്ടാണ് എന്തൊരു മഹാനുഭാവം എന്ന് പറയുന്നൊരു മഹത്തായ ഒരു സൃഷ്ടി നമുക്ക് ലഭിച്ചത്. ലാൽ ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ലാൽ മികച്ച ഹാൻഡ് റൈറ്റിംഗ് ആണ്. അത് ഇടത്തേക്ക് കൊണ്ടും വലത്തേക്ക് കൊണ്ടും എഴുതും. രണ്ടും ഒരേപോലെ സുന്ദരമായ കൈയക്ഷരങ്ങളാണ്. ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോഴേ അതിനകത്ത് പാടി അഭിനയിച്ച മാത്രമല്ല, നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് പിയാനോ വായിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്തുള്ള ഫിംഗറിങ് പോലും ഭയങ്കര പെർഫെക്റ്റാണ്. കാരണം 2 കൈ കൊണ്ട് വെച്ചിട്ടാണ് ആ മ്യൂസിക് പ്ലേ ചെയ്യേണ്ടത്. അത്ര ബിലീവബിളായിട്ട് നോട്ട്സ് കറക്റ്റായിട്ടാണ് വായിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആണ്. വലിയ സന്തോഷത്തിനൊപ്പം തന്നെ ഒരു ചെറിയ നിരാശ കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് പങ്കുവയ്ക്കട്ടെ. എവിടേക്കും ജയചേട്ടൻ്റെ ഈ കട്ട് ചെയ്ത വിഷ്വൽസിൽ ഏകദേശം 30 മിനിറ്റ്സോളം കുറവ് വന്നു പറഞ്ഞു. അതിലേക്ക് കൂടുതലും ജയചേട്ടൻ്റെ സീൻസ് ആയിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ ആ ക്യാരക്ടറും ആ ട്രാക്കും ഞങ്ങളുടെ ഒറിജിനൽ തോട്ടിൽ ഇല്ലാത്തതാണ്. അത് ലാല് വന്നതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ സിനിമയിൽ ആ കഥാപാത്രം ഇതിൻ്റെ കഥ പറച്ചിലിന് ആവശ്യമില്ല. ഇതിൻ്റെ കഥഗതിയെ ഒരു വിധത്തിലും നിയന്ത്രിക്കുന്ന ഒരു ട്രാക്കുമല്ല. സതയും ശരിക്കും പിന്നീട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലോട്ടം ആഴ്ന്നിറങ്ങുന്നുണ്ടെങ്കിൽ അതെന്റെ പല സിനിമകളെ കുറിച്ചും പറയും. തനിയാവർത്തനത്തെ കുറിച്ചും പറയും. തിയേറ്ററിലാണ് ആകാശദൂത് ഓടിയത്. ഒറ്റ പ്രാവശ്യം കണ്ടേ, അല്ലാതെ പിന്നെ പോയിട്ടില്ല. ഇന്റർവെല് കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി പോകുമ്പോഴത്തേക്കും മതല് ചാരിന്ന് കരയുന്നവരുണ്ട്. അവര് പോയാലും അടുത്ത ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറ്റാൻ പറ്റൂല. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ ആദ്യം സമീപിക്കുന്ന സിരിസാനായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറി ലാൽജു സാറിലൂടെ എത്തുകയായിരുന്നു എന്നുള്ളത് ശരിക്കും ഇതിലെ വസ്തുത ശരിക്കും എന്താ? ഞാൻ അറിയുന്നത് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പൃഥ്വിരാജുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ പോയി ഈ കഥ പറഞ്ഞു. അപ്പോൾ ആരാ ഡയറക്ടർ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു ഡയറക്ടറെ മാറ്റണം എന്ന് പറഞ്ഞു. ഹേ എവരിവൺ, വെൽക്കം ടു വെറൈറ്റി മീഡിയ പ്രസൻസ് ഓപ്പൺ മൈക്ക് വിത്ത് റോഹൻ. തുറന്ന സംസാരത്തിന്റെ വേദിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. വിജയ് ചിത്രങ്ങൾ വർഷങ്ങൾക്കുമിപ്പുറം റിലീസ് ചെയ്യുന്ന ഒരു ട്രെൻഡിൽ ഈ സിനിമയെ ഉൾപ്പെടുത്താമോ എന്നറിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷെ വർഷങ്ങൾക്കുമിപ്പുറം റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ ഒരു സ്വീകാര്യതയും ഹൈപ്പും കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ നിഗൂഢതയും സവിശേഷതയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2ാം വരവിലെ വിജയത്തിൻ്റെ സന്തോഷത്തിൽ ചിത്രത്തിൻ്റെ സംവിധായകൻ സിബി മലയിൽ സർ, പ്രൊഡ്യൂസർ സിയാദ് കുക്ക് സർ, ഒപ്പം പ്രധാന വേഷത്തിലെത്തിയ നമ്മുടെ പ്രിയതാരം വിനീത് കുമാർ. നമസ്കാരം. നമസ്കാരം. സോ ദേവദൂതിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് നടൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പേര് കൂടെ, ഒരു വിശേഷം കൂടെ ചേർന്നിട്ടുണ്ട്, സംവിധായകൻ എന്നുള്ള രീതിയിൽ അല്ലേ. ദേവദൂതിൽ വരുമ്പോൾ ആ മഹേശ്വരായിട്ട് കണ്ട മുഖമാണ്. ഇപ്പോൾ കുറേയധികം കഥാപാത്രങ്ങൾക്ക് ഒരു സംവിധായകൻ്റെ തൊപ്പിയും കൂടി അണിഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. എങ്ങനെ നടനിൽ നിന്നുള്ള സംവിധായകത്തിലേക്കുള്ള ഒരു മാറ്റത്തെ സിബി സാർ എങ്ങനെ കാണുന്നത്? സംവിധായകനായ ശേഷം ഞങ്ങൾ അത് തമ്മിൽ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ മാറ്റം അറിയാം. അത് ഒരുമിച്ച് പിന്നെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ ചെയ്ത സിനിമകൾ കണ്ടു. അതൊക്കെ വളരെ മികച്ച സിനിമകളില്ല. അവസാനത്തെ സിനിമ മാത്രമേ കാണാതുള്ളൂ. ആദ്യത്തെ 2 സിനിമകൾ ഞാൻ കണ്ടു. 2 ഗംഭീര സിനിമകളുണ്ട്. അത്തരത്തിൽ സിബി സാറിന് ഒരു കോംപ്ലിമെന്റ് കിട്ടിയിരുന്നോ? ഇങ്ങനെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ സന്തോഷം. മഹേശ്വർ എന്ന കഥാപാത്രം പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ സിനിമയിൽ ഉടനീളമില്ലെങ്കിലും സിനിമയുടെ ഒരു ആത്മാവാണ് അല്ലെ. ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഒരു ഡെപ്ത് ആവശ്യമുണ്ട്. ആ ഒരു അപ്പിയറൻസിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോഴും ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരത്തിലെത്തേണ്ടതുണ്ട്. ശരിക്കും വിനീതേട്ടൻ എന്നുള്ളൊരു ഉത്തരം കിട്ടിയത് എപ്പോഴായിരുന്നു? ഇത് ആദ്യം തൊട്ട് ഇങ്ങനെ ഈ കഥാപാത്രം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആരാണെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ കൂടെ അഭിനയിച്ച
ഭരതം എന്ന സിനിമയിലൊരു ഷോട്ട് എനിക്ക് ഓർമ്മ വന്നു. ഇയാളുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത, വെള്ളാരം കണ്ണുള്ള ഒരാളെന്നല്ലേ. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് പ്രായം ഏകദേശം നമുക്ക് കഥാപാത്രം എത്തുന്ന പ്രായം 20 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ടും അത് വിനീത് തന്നെയാണെന്നുള്ളൊരു തീരുമാനം എത്തുകയായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ സംസാരിക്കുന്ന സംസാരങ്ങൾക്ക് മാത്രമാണ് പഴക്കമുള്ളത്, അല്ലെങ്കിൽ 24 വർഷം എന്നുള്ളത്. ദേവദൂതനും മഹേശ്വരനും ഇപ്പോഴും പ്രായമായിട്ടില്ല അല്ലേ? ഒരു പക്ഷേ ഇതിന്റെ രണ്ടാം വരവില് ഈ സിനിമയിൽ കുറച്ചും കൂടി വിഷ്വൽസ് കൂട്ടിച്ചേർക്കണം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമില്ല. കാരണം ഇപ്പോഴും മഹേശ്വരായിട്ട് വേണമെങ്കിൽ വിനീതന് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ ഇപ്പൊ സെർച്ച് ചെയ്ത് തുടങ്ങി ഗൂഗിളിലൊക്കെ പ്രായം എത്രയാണെന്നുള്ളത് ഈ സിനിമയുടെ വർഷത്തിനൊപ്പം തന്നെ വിനീതായിട്ട് നിൽക്കാറ്. ബാക്കിയുള്ള ക്യാരക്ടറുകൾക്ക് അതിനൊപ്പം തന്നെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോഴും നിൽക്കുകയാണ് ഇങ്ങനെ. ശരിക്കും ഒരു രണ്ടാം വരവിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് തുടങ്ങുന്നത് ഒരു പക്ഷെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് സാമ്പത്തികമായിട്ടൊന്നും പറയേണ്ടിയിരിക്കുന്നു. ഒരു സിനിമയുടെ വിജയം എന്നുള്ളത് പ്രേക്ഷകരുടെ ഏറ്റെടുക്കലിനൊപ്പം തന്നെ സാമ്പത്തികമായിട്ടൊരു വിജയം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അന്ന് അത്രത്തോളം ആയിരുന്നില്ല, പരാജയപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഈ ഒരു രണ്ടാം വരവിൽ എന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു പ്രധാന ഒരു പ്രചോദനം എന്ത് തന്നെയായിരുന്നു ശരിക്കും? അല്ല, ഇത് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ ഞാനാണെങ്കിലും സിബി ആണെങ്കിലും രഘു ആണെങ്കിലും എല്ലാം തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലൊന്നായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ഫെയിലിയർ സിനിമ തിയേറ്ററിൽ വന്നു എന്നുള്ള സത്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം ഇത് ഈ സിനിമയുടെ ക്വാളിറ്റി വൈസ് ആൻഡ് ആക്ടേഴ്സ് വൈസ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന വിനീത് എന്ന് പറയുന്ന ക്യാരക്ടറിനെ തന്നെ നമുക്കൊന്നും ഇത് മറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നാച്ചുറലി നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള മറ്റേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ വർക്ക് ഏകദേശം 9 മാസം 8-9 ഒരു കൊല്ലത്തോളം എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ DA ചെയ്യണം, 4K ചെയ്യണം. അപ്പോൾ 4K പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനും സിബിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കണ്ടു. ഫുൾ പിക്ചർ കണ്ടതിന് ശേഷമാണ് ഞങ്ങളൊരു ഫൈനൽ ഇതിലേക്ക് തീരുമാനിക്കുന്നത്. ഇത് നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ള തീരുമാനം വന്നത്. അതിന് കുറേ ഘടകങ്ങളുണ്ട്, ആക്ടേഴ്സും ആക്ട്രസും അല്ലാതെ അതിൻ്റെ ടെക്നിക്കൽ സൈഡും അതിൻ്റെ സ്ക്രിപ്റ്റ്, പിന്നെ ഓഫ് കോഴ്സ് സിബിമലയിലെ ഓരോ സീൻസ് കൺസീവ് ചെയ്തേക്കുന്ന വിധങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴത്തേക്കും ഇത് രണ്ടാമത് ഇക്കാലത്തും പറയാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് എന്ന് തോന്നിയിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി ഞങ്ങളൊരു ജോയിൻറ്റ് ഡിസിഷനായിരുന്നു. അല്ല എൻ്റെയോ അല്ലെങ്കിൽ സിബിയുടെയോ അല്ലെങ്കിൽ രഘുവിൻ്റെയോ അല്ല, ഞങ്ങൾ 3 പേരും കൂടെ തന്നെ ഇതിൻ്റെ പുറകിൽ നിന്നാണ്. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ വിദ്യാസാഗറിൻ്റെ റീ റെക്കോർഡിങ് ഞങ്ങൾ ഒരു എക്സലൻ്റ് റീ റെക്കോർഡിംഗ് ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ വിദ്യയായിട്ട് പലപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുമായിരുന്നു. അതിൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് കൂട്ടി സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സിനിമ അത് അന്ന് നിഗൂഢതയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് സ്വീകരിച്ചില്ല എന്ന നിഗൂഢതയുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണ്. വിനീതിനടക്കം ആ ക്യാരക്ടറിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ അന്നേ മനസ്സിലായെങ്കിലും ഇന്ന് ഓഡിയൻസ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ആൾക്കാരും നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണത ഇപ്പോഴാണ് എത്തിയത്. ഈ പല ചിത്രങ്ങൾക്കും ഒരുപക്ഷെ ഇപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിന് 2 രീതിയിലേക്കാണ് ഘട്ടത്തിലാണ് അതിൻ്റെ റിവ്യൂ വരുന്നത്. ഒന്ന് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞ് ഒരു പ്രേക്ഷക പ്രതികരണം വരും, അതിൻ്റെ സ്വീകാര്യത വരും. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം എന്നുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്വീകാര്യത പക്ഷേ OTT വരുമ്പോൾ പല രീതിയിലേക്കുള്ള വിമർശനങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. പല ചിത്രങ്ങളെയും നമ്മളിതുപോലെ കാലം തെറ്റി ഇറങ്ങിയ സിനിമകളൊന്നും പറയാറുണ്ട്. ഒരുപക്ഷെ അന്ന് തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും മിനിസ്ക്രീനിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ പറയുന്ന സിനിമ, സംഗീതത്തിന് കൂട്ടുപിടിച്ച് അത്തരത്തിൽ ഒരു സിനിമ കൂടിയാണ് ദേവദൂതൻ എന്നുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം തെറ്റി ഇറങ്ങിയ സിനിമയാണെന്നുള്ളതോ എന്തുകൊണ്ടോ അന്ന് പ്രേക്ഷകർക്ക് ഇത്രത്തോളം ഈ സ്വീകാര്യത കിട്ടാതെ പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാലം തെറ്റിയതല്ല, കാലത്തിന് മുമ്പേ വന്ന സിനിമയാണ്. അതിൻ്റെ കാലം ഇപ്പോഴായിരുന്നു. ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ചെയ്തു എന്നുള്ളൊരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച വരുന്നത് അവർ യൂട്യൂബിലും ടെലിവിഷനിലൊക്കെ കണ്ട ശേഷം ഇതെങ്ങനെയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ട്, ഇത്ര നല്ല സിനിമയായിരുന്നല്ലോ, ഇത്ര നല്ല മ്യൂസിക് ആയിരുന്നല്ലോ, ഇത്ര നല്ല മേക്കിംഗ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരും, കൂടുതൽ പേര് അതിനെ കാണാൻ ശ്രമിക്കും. പക്ഷേ അതൊക്കെ കാണുമ്പോഴും നമുക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയിരുന്നില്ല. കാരണം
നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ അംഗീകാരവും ആ സ്വീകാര്യതയും കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരും. പിന്നീട് അവർ ഒരു ചത്ത കുഞ്ഞിൻ്റെ ജാതകം പറയുന്ന പോലെ അവസ്ഥയായിപ്പോയി പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ആ ചർച്ചകൾ സന്തോഷം ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ എന്നോട് വല്ലതും ചോദിക്കും. ഞാൻ അത് സന്തോഷമില്ല, ഇപ്പോൾ ആ സന്തോഷം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിർമ്മാതാവിനും ഞങ്ങൾക്കും ഓരോരുത്തർക്കും അവരോടായിട്ടുള്ള നഷ്ടങ്ങളുണ്ടല്ലോ. എനിക്ക് എൻ്റെ വലിയൊരു സ്വപ്നം തകർന്നു പോയതിൻ്റെ അദ്ദേഹം സിനിമയിൽ നിന്നുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് സിനിമയെ കാണുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അല്ലാതെ കാശുണ്ടാക്കുക എന്നുള്ള മാത്രം ലക്ഷ്യത്തോടെ വന്ന ഒരാളല്ല. നല്ല ക്വാളിറ്റിയുള്ള നല്ല സിനിമകൾ കൊടുക്കാൻ ആഗ്രഹിച്ചു വന്ന് അങ്ങനെ ചെയ്യുകയും സക്സസ് ആവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തോടെ ഒരു സിനിമ എടുത്ത ഒരാൾക്ക് വലിയ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുക എന്ന് പറയുന്നതും ഒക്കെ അതൊന്നും തിരിച്ചാർക്കും തരാൻ കഴിയത്തില്ലല്ലോ. ടോക്കേഴ്സ് ഫിലിംസ് എന്ന് വരുമ്പോൾ ഒരു പ്രതീക്ഷ കൂടിയുണ്ട് പ്രേക്ഷകർ എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ഇത് അപ്രതീക്ഷിതമാണ് ഇതിൻ്റെ പരാജയം. താളം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം മാനസികമായിട്ട്? അല്ല, താളം തെറ്റി എന്ന് പറയാനൊന്നും പറ്റിയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ സിനിമയുടെ ഫെയിലിയർ ഓഫ് കോഴ്സ് സാമ്പത്തികമാണ് എൻ്റെ ഒരു വലിയൊരു ഘടകമെങ്കിലും എനിക്കെന്ത് ലൂസ് ചെയ്തോ ആ ലൂസ് ചെയ്തതൊന്നും എനിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി സിബി ആണെങ്കിലും രഘു ആണെങ്കിലും വിദ്യ ആണെങ്കിലും എല്ലാം തന്നെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടും എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഈ മനസ്സിന് ധൈര്യം തന്നു. അതുകൊണ്ടിട്ടാണല്ലോ പിന്നെയും ഞാൻ സിനിമകൾ നിർമ്മിച്ചത്. അതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ സിനിമ സംസാരിച്ച് കണ്ടു കഴിയുമ്പോൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തരി വിങ്ങിലോട് അല്ലെങ്കിൽ ഒരു ആ സ്നേഹത്തിൻ്റെ മേമ്പടി പിടിച്ച് തങ്ങി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമ ഇങ്ങനെ എടുത്തു നോക്കിയാൽ മഹേഷിൻ്റെ സ്ഥാനം വളരെ മുന്നിലാണ് ആ കാര്യത്തിൽ, അല്ലേ? പക്ഷെ തുടക്കകാലത്തിൽ തന്നെ ഇത്രത്തോളം ഡെപ്ത് ഉള്ള സിനിമയോളം തന്നെ സംസാരിക്കുന്ന ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, അല്ലേ? ശരിക്കും അങ്ങനെ ഒരു കോൾ വരുമ്പോൾ സിബി സാർ തന്നെയായിരുന്നു ഡയറക്ടർ എന്ന് വിളിച്ചിരുന്നത്. അതെ, എനിക്ക് രഞ്ജിത്തേട്ടനാണ് വിളിക്കുന്നത്. സിബി സാർ ഞാനും അതിന് മുമ്പും 3 പടങ്ങൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്താണ് ക്യാരക്ടർ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ എന്താണോ നമുക്ക് തരേണ്ടത് അത് തന്നത് 24 വർഷത്തിന് ശേഷമാണ് ശരിക്കും. കാരണം അന്ന് ആ സിനിമ തിയേറ്ററിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല. തിയേറ്ററിൽ നിന്ന് പലപ്പോഴും കൂവി പല സീനിലും, പാട്ട് വരുന്നതിന് മുമ്പ് പടം തീർന്നപ്പോൾ. കാരണം അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് എല്ലാം കയ്യടികളായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞാനും സിബ് സാറും സിയാദക്കയും കൂടെ തിയേറ്റർ വിസിറ്റിന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ആക്സെപ്റ്റൻസ് കണ്ണ് നിറയ്ക്കുന്നതാണ്. കാരണം സിനിമ എപ്പോഴും ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആദ്യം ഒരു എക്സാം നന്നായിട്ട് എഴുതി അന്ന് റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെടുകയും റീവാലുവേഷനിൽ റാങ്ക് കിട്ടുകയും ചെയ്തൊരവസ്ഥയുണ്ട്. പക്ഷേ റീവാലുവേഷനെ കാത്തിരിക്കേണ്ടി 24 വർഷം കഴിഞ്ഞിട്ടാണ് അത് റീവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ചില സിനിമകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ അറിഞ്ഞിട്ട് കാണാൻ വരുന്ന ആളുകളുണ്ട്. അവർ വരുന്നത് ഒരു എക്സ്പീരിയൻസിനാണ്. സിനിമ അനുഭവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം അത് എനിക്ക് പോലും ഞങ്ങൾക്ക് പോലും എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം അതെങ്ങനെ ഇങ്ങനെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം പുതിയ ജനറേഷനിലുള്ള ആളുകളും അതായത് സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെയും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അവർ കൂട്ടുകാരികളും അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് പോയിട്ട് അവർക്കത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ നിഖിൽ മാഷൂർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിൻ്റെ സ്ട്രെങ്ത് മുഴുവൻ എനിക്ക് അതിൻ്റെ റിസൾട്ട് മുഴുവൻ കിട്ടിയത് ഈ 24 വർഷത്തിന് ശേഷത്തെ റിലീസിലാണ്. ട്രെയിലർ തിരിച്ച് ഒരു 2ാം വരവിൽ ട്രെയിലർ കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ഹൈപ്പിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണെന്ന് പറയുന്നിടത്ത് കാണിക്കുന്നത് വിദ്യാസാഗർ മ്യൂസിക്കിൽ എന്നുള്ളതാണ്. കിട്ടുന്നൊരു രോമാഞ്ചിഫിക്കേഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സിനിമയിൽ അത് മഹേഷിനെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും റിയൽ ലൈഫിൽ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് മ്യൂസിക്കിൽ നമ്മൾ കണ്ടതാണ്. ഈ 2ാം വരവിലെ കാത്തിരിപ്പിന് ഇത്രത്തോളം പ്രതീക്ഷ ഏറുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ കൂടെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സംഗീതത്തിൻ്റെ വലിയൊരു എലമെൻ്റാണ്. ഈ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ വരുന്നവർ, തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കണമെന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ സൗണ്ടിങ് തന്നെയാണ്. കാരണം ഈ പാട്ടുകൾ പിന്നീട് അന്നേ ഹിറ്റായ പാട്ടുകളാണ് ഇതെല്ലാം. പക്ഷേ ഈ കാലം 24 വർഷത്തിന് ശേഷവും അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി ആൾക്കാർ ആ പാട്ടുകളെ നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത്രമാത്രം വലുതാണ്. വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ, ഒരു മ്യൂസിക് ഡയറക്ടർ മലയാളികൾക്ക് ഇത്രമാത്രം അവർ ഹൃദയത്തിലേറ്റുന്നൊരു സംഗീത സംവിധായകനായതിൽ മുഖ്യ പങ്ക് ഈ സിനിമയിലെ പാട്ടുകൾക്കുണ്ട്. അത് പ്രത്യേകിച്ചും എന്തൊരു മഹാനുഭാവലൊരു ഒരു കമ്പോസിഷൻ മലയാളത്തിലുണ്ടായിട്ടില്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലുണ്ടായിട്ടില്ല. കാരണം നമ്മളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർണാട്ടിക് ഒരു കൃതിയെ അതിൻ്റെ ഒരു വെസ്റ്റേൺ ഫ്യൂഷനിലൂടെ ഇത്ര ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യപൂർവമായ കാര്യമാണ്. അത് പ്രേക്ഷകർ
സാധാരണ ഈ വളരെ ലൈറ്റ് മ്യൂസിക്കോ അല്ലെങ്കിൽ അടിപൊളി പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന തലത്തിലല്ല അതിനെ സ്വീകരിച്ചത്. ഒരു ഹൃദയം കൊണ്ട് ആ പാട്ടുകൾ ഏറ്റെടുക്കുകയായിരുന്നു. നമുക്കറിയാം തിയേറ്ററിൽ ചെല്ലുമ്പോൾ സിനിമ തുടങ്ങുന്ന ആദ്യ മൊമെൻറ്റിൽ ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന കയ്യടി, അവസാനം വീണ്ടും ഈ പാട്ട് കാണിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്ന് മുഴുവൻ പാട്ട് ആസ്വദിച്ച് കൈയടിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരെയാണ് ഒരു തിയേറ്ററിലല്ല റിലീസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാൻ പറ്റുന്നത്. ഈ സംഗീതത്തിൻ്റെ ഒപ്പം നമ്മൾ പറയാൻ വിട്ടുപോകുന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം സിനിമയിൽ എന്താണ്, സിനിമ സഞ്ചരിക്കുന്ന വഴിയാണെങ്കിലും മഹേഷ് എന്ന ക്യാരക്ടറെ കുറിച്ചാണെങ്കിലും അന്ധനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിനൊപ്പം തന്നെ ആ വരികൾ വ്യക്തമാണ്. മിഴികൾ എന്തിന് വേറെ മൃദുലമായ കരങ്ങളുണ്ടല്ലോ നീ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. ശരിക്കും എന്താണ് സംസാരിക്കേണ്ടതും എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് അലീൻ എന്ന വ്യക്തി പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ ഒപ്പം ഈ ലിറിക്സ് വരുന്നെന്നുള്ളത് കൈതപ്പൻ സാറിൻ്റെ ആ വരികൾ എന്നുകൂടി എടുത്തു പറയേണ്ടതാണല്ലേ. ശരിക്കും ഈ കഥാ തന്തു എന്താണെന്നുള്ളത് പറഞ്ഞ് അത്തരത്തിൽ എഴുതിയിട്ടുള്ളൊരു വരികൾ കൂടിയായിരുന്നു. ശരിക്കും മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹവുമായിട്ട് ഈ കഥ പറയുകയും അതിൻ്റെ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. കൈതപ്പുറത്തൊക്കെ പറയുന്നത് അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. അവർക്കറിയാം ഒരു സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെയാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് ഈ സിനിമയിലെ 2 പാട്ടുകൾ, പ്രത്യേകിച്ചും എൻ ജീവനെയും ഈ കരളേതിൻ്റെ. അത് രണ്ടിൻ്റെ ലിറിക്സ് കേട്ട് നോക്കിയാൽ അറിയാം. എൻ ജീവനെ എങ്ങാണ് നീ, ഇനി എന്ന് കാണും നീ എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ, അത് ഒരു ഏറ്റവും വിരഹാർദ്രയായ ഒരു കാമുകിയുടെ കരച്ചിലാണ് അതല്ലേ. അത് അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം നമ്മളെ അത് കേൾക്കുമ്പോൾ ഇത് ആദ്യകാലത്ത് ആ പാട്ട് അത്ര പോപ്പുലർ ആയില്ല. പക്ഷേ ഈ 2ാം വരവിൽ ആ പാട്ടിന് വല്ലാത്ത സ്വീകാര്യത ലഭിച്ചു. പൂവേ പോലും ആദ്യത്തെ വരവിൽ അത്ര വലിയ സ്വീകാര്യത ഉണ്ടായില്ല. അന്ന് എന്തൊരു മഹാനുഭാവവും കരളതിൻ കൈപിടിച്ചാലുമാണ് കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചത്. പക്ഷേ പ്രണയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ പാട്ട് കൂടെ എൻ ജീവനൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ആ ഫീല് ഭയങ്കരമായിരുന്നു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന BGM-ഉം അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതിൻ്റെ മിക്സിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ അറ്റ്മോസിൽ അതുകൊണ്ടാണ് മിക്കവാറും തിയേറ്റേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം അത് സെൻട്രലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഫില്ലായി സ്പ്രെഡ് ചെയ്യും. കാരണം അത് ആ അറ്റ്മോസിൽ അത് ഫീൽ ചെയ്യാൻ അത്രയും ഓരോ ഇൻസ്ട്രുമെൻറ്റും വളരെ പ്രിസൈസായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് തിയേറ്ററിൽ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ വീണ്ടും പോയി കാണുന്ന എന്നെ അങ്ങനെ കുറേ പേര് വിളിച്ചു പറഞ്ഞു, ചേട്ടാ 3 തവണ കണ്ടു എന്നൊക്കെ. ഈ വരവിൽ ഈ ഒരു ഫീൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ അതൊരു വല്ലാത്തൊരു ട്രിപ്പിയാണ്. അതെ, ഞാൻ തീർച്ചയായിട്ടും ഇപ്പം എന്നെ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്ന പ്രേക്ഷകർ ഒന്ന് കണ്ണു കൊടുക്കുന്നത് മറ്റൊന്നിലേക്ക് കൂടിയായിരിക്കും. അത് ഈ സുന്ദര ശില്പമാണ് അല്ലേ. ശരിക്കും ദൈവദൂതിന് കിട്ടിയ ആക്ച്വലി നമ്മളിരിക്കുന്നത് കൊക്കീസ് ഫിലിംസിൻ്റെ തന്നെ ഓഫീസിലാണ്. ശരിക്കും ഇത് പോപ്പുലർ ഫിലിം എന്നുള്ള രീതിയിലേക്കായിരുന്നു അതെ കിട്ടിയത്. പോപ്പുലർ ഫിലിം, പക്ഷേ ജനപ്രതി കലാമൂല്യമുള്ള സിനിമക്കുള്ള അവാർഡാണ്. പക്ഷേ സങ്കടത്തോടുകൂടിയാണ് ഞാനിത് പോയി മേടിച്ചത്. എൻ്റെ ചോദ്യം അതിലേക്ക് തന്നെയാണ്. അപ്പം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ സൗഹൃദമുണ്ടായിരുന്ന ആ സമയത്തുകൊണ്ട് ഇപ്പോഴുമുള്ള സിബി ഇത് ആക്സെപ്റ്റ് ചെയ്തില്ല, അത് മേടിക്കാനായിട്ട് വന്നില്ല. ബിക്കോസ് അത്ര കണ്ട് പുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അല്ല, ഞാൻ അത് മേടിക്കാൻ പോകാത്തതിൻ്റെ കാരണം ആ അവാർഡ് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം ജനപ്രീതിയും കലാമൂല്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ ജനപ്രീതി കിട്ടാതെ പോയൊരു സിനിമയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ അവാർഡ് കൊടുക്കുക? പലപ്പോഴും ഇതിനു മുമ്പ് ചില സിനിമകൾക്കൊക്കെ ജനപ്രീതി തീരെ ഇല്ലാത്ത സിനിമകൾക്ക് അങ്ങനെയൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ എനിക്കത് വാങ്ങാനുള്ളൊരു മാനസിക എനിക്ക് അർഹതയില്ലാത്തൊരു അംഗീകാരം മേടിക്കുന്ന പോലെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ ജൂറി ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. കാരണം ഒരു പക്ഷേ 24 വന്ന് അടുത്ത 25 വരുന്ന അവാർഡിൽ കിട്ടേണ്ട ബെസ്റ്റ് പോപ്പുലർ ഫിലിം കിട്ടേണ്ട കൃത്യമായിട്ടുള്ള ഉത്തരവാണ് അത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ട് ഒരുപക്ഷെ ഏതൊരു അവാർഡും കിട്ടുന്ന അത്രത്തോളം സന്തോഷപൂർവ്വമായിട്ട് അല്ലെ ഒരു അഭിമാന സമയമാണ്. അന്ന് അങ്ങനെ കിട്ടാത്തൊരു സംഭവം കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നായിരിക്കും അത് അല്ലെ ഇവിടെ ഞാൻ തരാൻ ആളല്ല, പക്ഷെ ആ സന്തോഷത്തോടു കൂടി ആ സന്തോഷം രണ്ടുപേരുടെ മുഖത്തുനിന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് പിടിക്കണോ? അതെ, ശരിക്കും ഇത്തരത്തില് ഇപ്പൊ രണ്ടാം വരവില് സിനിമയെ കുറിച്ച് സംസാരിക്കും, റിലീസിനെ കുറിച്ച്, ലാലേട്ടനെ കുറിച്ച് ലാലേട്ടന്റെ അടുത്ത് പറയുമ്പോൾ ശരിക്കും ആദ്യത്തെ റെസ്പോൺസ് റിയാക്ഷൻ എന്തായിരുന്നു? ശരിക്കും പ്രതികരണം ഇതിനെ കുറിച്ച് അദ്ദേഹമായിട്ട് ആദ്യം സംസാരിച്ചത് പ്രൊഡ്യൂസർ തന്നെയാണ്. ഞങ്ങളെങ്കിലും ഒരു കാര്യം മൂവ് ചെയ്തത്. അപ്പോൾ സിയാദ് പറയുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ അത് ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തി നമുക്കിത് റിലീസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അത് അദ്ദേഹത്തിനെ അറിയിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പുതിയ സിനിമ ലോഞ്ച് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അദ്ദേഹത്തിനോട് പറഞ്ഞതും. അദ്ദേഹം ഹാർഡ് കോറായിട്ട് ഇന്നത്തെ ദിവസം വരെ ഞങ്ങളോട് ഇതിനോട് സഹകരിച്ചിട്ട് അല്ലെ ഞങ്ങൾ അന്ത് വീണുപോയ സിനിമയാണ് അല്ലെ ഇതില്ലാത്തൊരു സിനിമയാണെന്നുള്ള പുള്ളിയുടെ ഉള്ളിലും ചിലപ്പോൾ അറിയാം. പിന്നെ സിബി ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ലാലിനെ വെച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ്, എന്നിലും ഉപരിയായിട്ട് സിബി. അപ്പോൾ ആ സ്നേഹബന്ധവും ഞങ്ങളുടെ നഷ്ടം എല്ലാം പുള്ളി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിപ്പം ഇങ്ങനെ നമുക്ക് ഈ വിധത്തിലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ട്രെയിലർ ലോഞ്ച്, ആ ട്രെയിലർ ലോഞ്ചിന് പുള്ളി വരേണ്ട ഒരു കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടത്താം. പക്ഷേ പുള്ളിയുടെ പ്രസൻസാണ് അത്രയും വലിയ ഒരു മെഗാ ഇവൻ്റായിട്ട് അത് മാറിയത്. പ്രത്യേകിച്ച് സിബി മലയാൽ സിനിമകളാണെന്നുണ്ടെങ്കിൽ നായകൻ മോഹൻലാൽ ആണെങ്കിൽ അവിടെ പാടി അഭിനയിക്കുന്ന കുറേ നല്ല മികച്ച പാട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുള്ളതാണ്. സിനേസ് അബ്ദുള്ളയിലാണെന്നുണ്ടെങ്കിലും ഭരതത്തിലാണെന്നുണ്ടെങ്കിലും ദേവദൂതനിലാണെങ്കിലും അങ്ങനെ എത്രയോ ചിത്രങ്ങളുള്ള ഇതിലേക്ക് ശരിക്കും ഈ സിനിമയിലും അതിനൊരു കാരണം എവിടേക്കോ ഈ ചിത്രത്തെക്കുറിച്ചും തിരകഥയെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലാലേട്ടനെ അങ്ങനെ പ്ലേസ് ചെയ്യാനൊരു കാരണം കൂടിയായിരുന്നു ശരിക്കും. ഈ സിനിമയിലേക്ക് ലാല് വന്നു ചേർന്നതാണ്. ലാല് നമ്മുടെ ആദ്യത്തെ ഒരു ചിന്തയിൽ ലാല് ആയിരുന്നില്ല. കുറച്ചും കൂടെ ഒരു ക്യാമ്പസിലുള്ള കുട്ടികളുടെ ഒരു ടീനേജേഴ്സ് ക്യാരക്ടേഴ്സായിരുന്നു. പക്ഷെ കഥ കേൾക്കുകയും അതിൻ്റെ ആ കഥയെ എനിക്ക് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ലാൽ എന്തുമാത്രം ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ആ കഥയെ മനസ്സിലാക്കി ഉൾക്കൊണ്ടതാണ്. നമ്മൾ ലാലിനെ മനസ്സിൽ കണ്ടില്ലെങ്കിലും ലാൽ ആ കഥയെയും കഥാപാത്രത്തെയും അതിൻ്റെ സാധ്യതകളെയും മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയ്ക്ക് അങ്ങോട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ ആ സിനിമ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും സമീപിച്ചായിട്ടും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന കഥകളിൽ നിന്ന് അദ്ദേഹത്തിന് തൃപ്തികരമെന്ന് തോന്നുന്ന സിനിമകൾ അദ്ദേഹം അഭിനയിക്കുന്നു എന്നല്ലാതെ. അപ്പോൾ ഇത് ഒരുപക്ഷെ അങ്ങനെയും ഒരു സംഭവം ഈ സിനിമയുടെ ചരിത്രത്തിൽ അപൂർവമായി സംഭവിച്ചൊരു കാര്യമാണ്. ഒരു പ്രൊഡ്യൂസർ വളരെ കാഷ്വലായിട്ടൊരു സംസാരത്തിൻ്റെ ഇടയിൽ എന്താണ് അടുത്ത സിനിമയെന്ന് പ്രൊഡ്യൂസറോട് ചോദിക്കുക. അദ്ദേഹം ഈ കഥയുടെ ഞാൻ സിബിയുമായിട്ടൊരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു, അത് പറഞ്ഞു. വളരെ കാഷ്വലായിട്ടുള്ള ടോക്കിൽ പറയാം. കഥ പറഞ്ഞു കേട്ടപ്പോൾ അത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ലാല് പിന്നീടാണ് ഇതിനകത്ത് വന്ന് ചേർന്നത്. ലാല് വന്ന് ചേർന്നതോടുകൂടി പക്ഷേ ഉണ്ടായ അത്ഭുതം എന്ന് പറയുന്നത് മ്യൂസിക്കിന് വലിയൊരു പ്രാധാന്യം അതിലേക്ക് കയറി വന്നു. കാരണം ലാലിൻ്റെ കഥാപാത്രത്തെ നമുക്ക് ഒന്നും മാറ്റി പ്ലേസ് ചെയ്യേണ്ടി വന്നു. ഈ നായകനെ കുറച്ചുകൂടി വേറൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇയാളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണെന്നും അയാൾക്കൊരു അന്തർദേശീയ പുരസ്കാരം ലഭിച്ച ആ പോയിന്റിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലാൽ വന്നതുകൊണ്ടാണ് എന്തൊരു മഹാനുഭാവൻ എന്ന് പറയുന്നൊരു മഹത്തായ ഒരു സൃഷ്ടി നമുക്ക് ലഭിച്ചത്. അപ്പോൾ ലാൽ വന്നതും കൂടി ഈ സിനിമയുടെ മൊത്തം സ്വഭാവത്തിലും മറ്റൊരു തലത്തിലും വേറൊരു തലത്തിൽ ഇതിനെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത് ഞങ്ങൾ ആ ലാലിൻ്റെ വരവിനെ കണ്ടതിലുണ്ടായ ഞങ്ങളുടെ ധാരണപ്പിശകളാണ്. ലാലിൻ്റെ ചാർലത്തെ കൂടെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ചില സീനുകൾ ആഡ് ചെയ്യുകയും ആക്ഷനും കാര്യങ്ങളും കോമഡിയൊക്കെ ചേർത്തതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച. പക്ഷെ ലാല് വന്നതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഈ സിനിമ ഒരു മ്യൂസിക്കൽ സിനിമയാക്കി മാറിയാണ്. മുമ്പ് മ്യൂസിക് ഉണ്ടായിരുന്നു, 7 Bells ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ഇത്രമാത്രം മ്യൂസിക്കിൻ്റെ ഒരു പ്രാധാന്യം ആ കഥകളിൽ ഉണ്ടായിരുന്നു. അതിനെ വീണ്ടും ഒരു സംഗീതത്തിൻ്റെ പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ ലാലിൻ്റെ എൻട്രിക്കും സാധിച്ചു. ഈ പാടാൻ തന്നെ പ്രയാസമുള്ള പാട്ടുകൾ ഈ അഭിനയിക്കുമ്പോൾ അനായാസമായിട്ട് ചെയ്യുന്നു എന്നുള്ള ലാലിനെ കുറിച്ച് പറയാറുള്ളതാണ്. ഭാഗ്യവശാൽ ആ സിനിമകളൊക്കെ പരാമർശിക്കപ്പെടുന്ന സിനിമകളിലെല്ലാം സംവിധായകൻ്റെ പേര് സിബി മലയിൽ നിന്ന് കൂടിയാണ് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു അതിന് ഉദാഹരണങ്ങൾ സിനേസ് അബ്ദുള്ളയാണെന്നുണ്ടെങ്കിൽ ഭരതമാണെന്നൊക്കെ. ശരിക്കും സംവിധായകൻ്റെ കണ്ണിൽ ശരിക്കും അത്തരത്തിൽ ലാലേട്ടൻ അനായാസമായി ചെയ്തു എന്ന് തോന്നിപ്പിച്ചത് അത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു മൊമെന്റ് ശരിക്കും ഏതായിരുന്നു? അനായാസമായിട്ട് ലാല് പാട്ടുപാടി അഭിനയിക്കുമ്പോൾ അത് ഇപ്പോൾ അത് ഒരുപാട് ജതികളും സ്വരങ്ങളും ഒക്കെ വെച്ചിപ്പം അബ്ദുള്ളയിലെ മറ്റേ ദേവസഭാതലം ആണെങ്കിലും അല്ലെങ്കിൽ രാമകഥാതലം ആണെങ്കിലും ഭരതത്തിലെ അതൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് സ്വരങ്ങൾ ജതികൾ ഒക്കെ ഉണ്ട്. അതൊക്കെ പാടാൻ വലിയ പാടുമാണ്. സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും. മുറിച്ചും പല ഘട്ടങ്ങളായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ദാസേട്ടനെ പോലെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ശ്രീകുമാറിനെ പോലുള്ളവർക്കൊക്കെ അത് പാടാൻ കഴിയും, ജയേട്ടനൊക്കെ. പക്ഷേ
ഒരു സംഗീതം തീരെ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ അത് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇത്തരം ക്ലാസിക്കൽ പാട്ടുകളും അതിൻ്റെ ജതികളും സ്വരങ്ങളും ഒക്കെ പാടുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. പക്ഷേ ലാൽ വളരെ അനായാസമായിട്ട് അത് ചെയ്യാറുണ്ട്. അത് ലാൽ ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളായാലും സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയും പെർഫെക്റ്റുമായിരിക്കണം നിർബന്ധിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാൽ മികച്ച ഹാൻഡ് റൈറ്റിംഗ് ആണ്. അത് ഇടത്തേക്ക് കൊണ്ടും വലത്തേക്ക് കൊണ്ടും എഴുതും. രണ്ടും ഒരേപോലെ സുന്ദരമായ കൈയക്ഷരങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നത്, ലാൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം, ഞങ്ങൾ പറയാറുണ്ട്, ലാൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേറ്റ് കഴുകേണ്ട കാര്യമില്ല. അത്ര വൃത്തിയായിട്ട് കഴിച്ച് ഇങ്ങനെ നമുക്കൊരു ആ പ്ലേറ്റ് വേറെ അടുത്തയാൾക്ക് കൊടുക്കാം. അത്ര എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആ പെർഫെക്ഷനാണ്, കൃത്യമാണ്. അത് എല്ലാ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇത് ആ രീതിയിൽ ചെയ്യാൻ നിർബന്ധപൂർവ്വം ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പാട്ട് കൊടുത്താൽ, ഇപ്പം ഞാൻ കമലതളത്തിലെ ഒരു ഡാൻസറെ, അദ്ദേഹം ആദ്യം വന്നു ഞാനത് ചെയ്യുമോ, എനിക്ക് പറ്റുമോ എന്നൊക്കെ സന്ദേഹം ഉണ്ടായിട്ടില്ല. അദ്ദേഹം തന്നെ അതിന് വഴികൾ കണ്ടെത്തുകയും അത് പഠിക്കുകയും അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. സിനിമയിൽ കുറച്ചുകൂടി ഈ നിഗൂഢത ഫീൽ ചെയ്യുന്നത് മഹേഷിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിയൽ ലൈഫിൽ നമ്മൾ റിയലിലോട്ട് വരുമ്പോൾ കൂടുതൽ ഈ നിഗൂഢം നിന്നത് ഈ അലീന എവിടെയെന്നുള്ളൊരു ചോദ്യത്തിലായിരിക്കും അല്ലേ. ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചത് മുതൽ കേട്ടു തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും. ചിത്രം വന്നു, എത്രത്തോളം അഭിപ്രായം വരുന്നു, അലീനയെ കണ്ടെത്തിയോ, വന്നു, നിർമ്മല എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ? നിർമ്മല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു റിസർച്ച് ഉണ്ടാവുമല്ലോ, അന്വേഷണം ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ അവരുടെ ഇൻസ്റ്റാഗ്രാം കിട്ടുകയും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ മീൻ വേറെ ആളുകൾ, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ അവർ അങ്ങനെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാം വരവില് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് ഒന്നുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയതിച്ചേട്ടൻ്റെ ഒരു പ്രസൻസ് തിരശ്ശീലയിൽ കാണാം എന്നുള്ളതായിരുന്നു ബിഗ് സ്ക്രീനിൽ. വലിയ സന്തോഷത്തിനൊപ്പം തന്നെ ഒരു ചെറിയ നിരാശ കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് പങ്കുവയ്ക്കട്ടെ. എവിടേക്കോ ജയതിച്ചേട്ടൻ്റെ ഈ കട്ട് ചെയ്ത വിഷ്വൽസിൽ ഏകദേശം 30 മിനിറ്റ്സോളം കുറവ് എന്ന് പറഞ്ഞു. അതിൽ കൂടുതലും ജയതിച്ചേട്ടൻ്റെ സീൻസ് ആയിരുന്നു. ഈ സിനിമ അതേ രീതിയിൽ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പക്ഷേ ജയതിച്ചേട്ടൻ മിസ് ചെയ്യുന്ന ഒരു പ്രേക്ഷകർക്ക് ഇതൊരു നിരാശ ആരെങ്കിലും പങ്കുവച്ചിരുന്നോ അത്തരത്തിൽ? അല്ല, കുറച്ച് പേരേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്ത എഡിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്ര രീതിയിൽ ഇപ്പോൾ തിയേറ്ററിൽ ആസ്വദിക്കപ്പെടുന്നത്. അമ്പിളിച്ചേട്ടൻ്റെ ആ ക്യാരക്ടറും ആ ട്രാക്കും ഞങ്ങളുടെ ഒറിജിനൽ തോട്ടിൽ ഇല്ലാത്തതാണ്. അതിൽ ആല് വന്നവരോടുകൂടി കൂട്ടി ചേർക്കപ്പെട്ടതാണ്. കാരണം ഹ്യൂമറും ആക്ഷനും ഒക്കെ വേണം, ഒരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു ലുക്ക് ഈ സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അത് തെറ്റായിരുന്നു എന്ന് അന്നും ഇന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇനി അവർക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ ഒറിജിനൽ തോട്ടിലുള്ള, നമ്മൾ ആദ്യം കൺസീവ് ചെയ്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി മാത്രം മതി എന്നുള്ളൊരു തീരുമാനമാണ്. അതിനകത്ത് അമ്പിളിച്ചേട്ടനെ ഒഴിവാക്കുക എന്നുള്ളത്, അമ്പിളിച്ചേട്ടനെ നമുക്കറിയാം, നമ്മുടെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്ത, എൻ്റെയും സിയാദിൻ്റെയൊക്കെ സിനിമകൾ ചെയ്ത് നമ്മളേറ്റവും ബഹുമാനിക്കുന്ന, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ ആ കഥാപാത്രം ഇതിൻ്റെ കഥ പറച്ചിലിന് ആവശ്യമില്ല. ഇതിൻ്റെ കഥയെ ഒരു വിധത്തിലും നിയന്ത്രിക്കുന്ന ഒരു ട്രാക്കുമല്ല അത്. എപ്പോഴും ഈ കാലഘട്ടത്തിൽ സിനിമ സംസാരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. കാരണം ഇപ്പോൾ ആ കഥയെക്കുറിച്ച് വരുന്നു, സിനിമയിൽ സംവിധായകൻ്റെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആരെ കാസ്റ്റ് ചെയ്യും ഇന്ന് ഒരു കൗതുകത്തിൻ്റെ പേര് ചോദിക്കാതെ വയ്യ. അല്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിലെ ഇങ്ങനെ ഒരു ലാലുള്ളിടത്തോളം ലാലല്ലാതെ മറ്റുള്ള ചിന്തിക്കത്തില്ല. കാരണം ഒരു ഇത്രയും ഗംഭീരമായിട്ടൊരു താളബോധവും ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലാല് തന്നെയാണ്. അതേപോലെ എനിക്കൊന്നും മഹേശ്വരനും ചിന്തിക്കാൻ പറ്റില്ല. വേറെ കാര്യം പറയുമ്പോഴേ അതിനകത്ത് പാടി അഭിനയിച്ച മാത്രമല്ല, നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് പിയാനോ വായിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്തുള്ള ഫിംഗറിങ് പോലും ഭയങ്കര പെർഫെക്റ്റാണ്. കാരണം 2 കൈ കൊണ്ട് വെച്ചിട്ടാണ് ആ മ്യൂസിക് പ്ലേ ചെയ്യേണ്ടത്. അത്ര ബിലീവബിളായിട്ട് നോട്ട്സ് കറക്റ്റായിട്ടാണ് വായിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആണ്. ശരിക്കും നമ്മൾക്ക് രണ്ടാം വരവ് പറയുന്നു, അതേ സിനിമ തന്നെയാണ് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും സൗണ്ടിലൊക്കെ ആണെങ്കിലും കളിക്കുന്നത്. ശരിക്കും രണ്ടാം വരവ് റിലീസിൻ്റെ ശരിക്കും എന്താ ഈ പ്രൊസീജിയറിലെ കടമകളിലെ പ്രതിസന്ധികൾ എന്തെങ്കിലും കാര്യങ്ങൾ ശരിക്കും? പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ നെഗറ്റീവ് സംഘടിപ്പിക്കുക, ലാബ്സൊക്കെ പൂട്ടി. ഞങ്ങളൊക്കെ ലാബ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഈ സിനിമകളൊക്കെ ഉണ്ടായേക്കുന്നത് 2000. അപ്പോൾ ലാബ്സൊക്കെ പൂട്ടി അവിടെ നിന്ന് നെഗറ്റീവ് കണ്ടെത്തുക, അതൊക്കെ ഒന്നും പ്രിസർവേഷൻ ഇല്ലാതെ
മറ്റേ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കണ്ടെത്തുക, അത് ചെയ്യുക, പിന്നെയും ഈ പറഞ്ഞ സൗണ്ട് ട്രാക്ക് കംപ്ലീറ്റ് കിട്ടുക, അതും സെപ്പറേറ്റ് സൗണ്ട് ട്രാക്ക് സ്റ്റീരിയോ മിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് വളരെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ ഇതിന് എസെൻഷ്യലാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സിനിമയാണ് നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേം. അപ്പം നീ നാച്ചുറലി അതിനുവേണ്ടി വർക്ക് ചെയ്യും, തട്ടിപ്പ് കൂടെ ഇറക്കില്ല. ഇല്ല, പക്ഷെ പ്രതീക്ഷിക്കുവാണെങ്കിൽ എന്താ അറിയാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ സിനിമ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്കാണ്. ആൾക്കാർക്ക് റീ റിലീസ് ചെയ്യുമ്പോൾ റീമാസ്റ്റേർഡ് ഒരു 4K അറ്റ്മോസിൽ ഒരു സിനിമ വരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന് ഇപ്പോൾ അവർക്കൊരു ധാരണയുണ്ട്. ആ ക്വാളിറ്റിയെ പറ്റി ആർക്കും ഒരു കംപ്ലയിൻ്റ് ഇല്ലല്ലോ, എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളത്. ആ വിഷ്വലും സൗണ്ടും എല്ലാവരെയും അതുകൊണ്ടാണല്ലോ ഈ ആൾക്കാരുടെ തിരക്കും സിനിമ ഇത്ര രീതിയിൽ സ്വീകരിക്കപ്പെട്ടതൊക്കെ. പക്ഷേ ഇത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഇതെന്താണ് റീമാസ്റ്ററിങ് നടന്നത്, ഇതിൻ്റെ ക്വാളിറ്റിയും ഇത് ഓടാനുള്ള കാരണമൊന്നും തിരിച്ചറിയാതെ എല്ലാ പടങ്ങളും റീമാസ്റ്റർ ചെയ്താൽ ഇങ്ങനെ ഒരു തിയേറ്ററിൽ സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു തെറ്റായ ധാരണ ഉണ്ടായിട്ടുണ്ട്. സിയാദ് പറഞ്ഞ പോലെ ഇന്നും എനിക്ക് കോളുകൾ വരുന്നു, ഞാൻ ആ പടം ഒന്ന് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളത് ചെയ്യാൻ പോയി, ഈ പടം ചെയ്യാൻ പോകണം. ഓരോ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്നെയും വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിയാദിനെ മലയാളത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസറെ വിളിച്ചു. പുള്ളി പണ്ട് എഴുതിയൊരു സിനിമ, അത് കഴിഞ്ഞ് ചെയ്ത സിനിമ, അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇത് കണ്ടിട്ട് ഇറങ്ങി അബദ്ധത്തിൽ ചാടരുത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് വന്ന ആൾക്കാർ അതിന് പുറകെ അതിൻ്റെ വരുമ്പോഴായി സിയാദ് പറയുന്നത് എന്താണെന്നും തിരിച്ചറിയാതെ ഇതിൻ്റെ പുറകിലുള്ള പ്രയത്നങ്ങൾ എന്താണ്, ഇത് എങ്ങനെയാണ് ഏത് ക്വാളിറ്റിയിൽ വരുത്താനായിട്ട് എന്തുമാത്രം എഫേർട്ടുണ്ട്, അതിനുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടോ, ഒറിജിനൽ ആയിട്ടുള്ള നെഗറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ളൊരു പോസിറ്റീവ് എങ്കിലും പ്രിൻ്റെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ, സൗണ്ട് ട്രാക്ക് ഉണ്ടോ. അന്നൊക്കെ മോണോ ട്രാക്കാണ്. സൗണ്ട് ട്രാക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, മൊത്തം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുന്നത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പണിയുണ്ട് അതിന് പുറകിൽ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് പെട്ടെന്നാണ് പെട്ടെന്ന് പെട്ടിയിരിക്കുന്ന സാധനം എടുത്ത് കാശുണ്ടാക്കുന്ന ചേർക്കുന്ന മണ്ടത്തരമാണ്. പക്ഷേ പണ്ട് സിബി സാർ എപ്പോഴും ഈ ഒരു പരീക്ഷണ ചിത്രങ്ങൾക്ക് മുതലാൻ തയ്യാറുള്ള ഒരു മനസ്സ് കൂടിയാണെന്ന് തോന്നിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ സതയും ഭരതും അല്ലെ ഇത്തരം സെൻസത്തുകളൊക്കെ എടുത്ത സംവിധായകൻ തന്നെയാണ് തൊഴിലെ സംവിധാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ദേവദൂതൻ വരുന്നത്. ഇത് സമാനതകളില്ല, അതിൽ ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോവാന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. പലപ്പോഴും ചില സംവിധായകർ ഇത്തരം സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരിക്കും. ഈ മാറ്റങ്ങൾ ശരിക്കും സംവിധാനം സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അല്ലെ, സിനിമകൾ വ്യത്യസ്തമായ സിനിമകൾ. അല്ല, നമ്മളെ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോണറുള്ള സിനിമ മാത്രമേ ചെയ്യൂ എന്നുള്ള തീരുമാനത്തിൽ പോകുന്ന ആളല്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യും. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കഥകൾ വന്നാൽ ഞാനത് ചെയ്യും. നേരത്തെ ലാലേട്ടനെ കുറിച്ചിട്ട് വാദവരാതെ സംസാരിച്ചു. ശരിക്കും ഒരു നടൻ എന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുള്ള കാര്യങ്ങൾ സംവിധായകനായിട്ടിരിക്കുമ്പോൾ ശരിക്കും സിബ്സാറിന് അത്തരത്തിൽ അടിച്ചു മാറ്റണം തോന്നുന്ന ഒരു ടാലന്റ് എന്താ, സ്കിൽ എന്താ ശരിക്കും? അല്ല, സിബ്സാറിൻ്റെ സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമകൾ. സിനിമ നമുക്ക് 2 രീതിയിൽ കാണാം. നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ പല സിനിമകളും ഇപ്പോൾ ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ കുറേയും കൂടെ നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് അതിനെ കാണുന്നൊരു ഘട്ടം ഉണ്ട്. പക്ഷേ എനിക്ക് അന്നും ഇന്നും, ഞാൻ അന്ന് കോഴിക്കോട് ഞാൻ ഡാൻസ് പഠിക്കുന്ന അന്ന് ചന്ദ്ര ടീച്ചർ എടുത്തായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഒരു സെക്കൻഡ് ഷോനാണ് ഞാൻ കിരീടം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അന്ന് ഞാൻ 6ലോ 7ലോ പഠിക്കുന്ന സമയം. അപ്പോൾ അന്ന് കിരീടം കണ്ടിട്ട് തിരിച്ച് എൻ്റെ പഠിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് അന്ന് പോകാൻ ഓട്ടോ ഒന്നും കിട്ടിയില്ല, നടന്നിട്ടാണ് പോയത്. 1 മണിക്കൂർ നടന്നിരുന്നു. ആ 1 മണിക്കൂർ നടത്തത്തിൽ കിരീടം എനിക്കുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ പ്രായത്തിലും ഇനി എല്ലാ കാലത്തും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ കിരീടമാണ്. കാരണം കിരീടം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിനകത്തുള്ള ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, അതൊരു പക്ഷേ ഇനിയും കൂടുതൽ പഠിക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ, ദശരഥം 1 ഓഫ് ദി എന്താ പറയുക, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമ ആ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം തോട്ടുകൾ, അതായത് ഒരു ടൈമിൽ നമ്മൾ ആ സിനിമയുടെ ആ കാലഘട്ടത്തിലുള്ള സിനിമകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ സിബ്സാർ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട്, സാറ് ഭയങ്കര ശാന്ത സ്വരൂപിയാണ്, കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, എല്ലാം ഉണ്ട്. അതിനകത്ത് ക്രൈമുണ്ട്, സമയം പോലുള്ള ഒരു ഭീകരതയും ഉണ്ടാവും, അതിനകത്ത് ഭയങ്കര പ്രണയം, ദേവദൂതൻ പോലുള്ള ഒരു പ്രണയമുണ്ട്, ഏറ്റവും മ്യൂസിക്കലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ എങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് തരത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ ആവർത്തിച്ച് കാണുമ്പോൾ അതിന് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കൽ കൂടി കാണാൻ എനിക്ക് ത്രാണിയില്ല എന്ന് വരെ പറയാറുണ്ട്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സിനിമയാണ് സതയം എന്നുള്ളത് അല്ലെ. പിന്നീട് ചർച്ച ചെയ്യുന്നതും അത്തരത്തിൽ കഥാപാത്രം എന്നുള്ളത്.
എം ടി സാറിന്റെ തന്നെ നവമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കുറേയേറെ പ്രസ്താവനകൾ ഒന്നായിരുന്നു സാർ എഴുതി വെച്ചത് മേലെ ആ കഥാപാത്രം പോയൊരു ചിത്രം കൂടിയായിരുന്നു എന്നുള്ളത്. ഈ സതയും ശരിക്കും പിന്നീട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലോട്ടം ആഴ്ന്നിറങ്ങുന്നുണ്ടെങ്കിൽ ശരിക്കും സിബി സാറിന്റെ ഒരു ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ സിനിമ പൂർത്തീകരിക്കുമ്പോൾ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മികവ് തന്നെയാണോ അതിന്റെ പൂർണ്ണത? ശരിക്കും ഏറ്റവും കൂടുതൽ തിരക്കഥ തന്നെയാണ്, എം ടി സാറിൻ്റെ എഴുത്ത് തന്നെയാണ്. അതിനോട് ധൈര്യം പുലർത്താൻ തക്ക വിധത്തിൽ അതെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യനാഥനെ എം ടി സാർ എഴുതി വെച്ചതിനേക്കാൾ മുകളിൽ ലാൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് എം ടി സാർ പറഞ്ഞത്, എന്നേക്കാൾ ഞാൻ എഴുതി വെച്ചതിനേക്കാളും മുകളിൽ ആ കഥാപാത്രം സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതൊരു രണ്ടാമത് വായിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്. സിനിമ ഇഷ്ടമാണ്, പക്ഷെ ഒന്നും കൂടെ അത് കാണാൻ നമുക്ക് താങ്ങത്തില്ല. അതെൻ്റെ പല സിനിമകളെ കുറിച്ചും പറയും, തനിയാവർത്തനത്തെ കുറിച്ചും പറയും. എന്റെ തിയേറ്ററിലാണ് ആകാശദൂത് ഓടിയത്, ഒറ്റ പ്രാവശ്യം കണ്ടേ, അല്ലാതെ പിന്നെ പോയിട്ടില്ല. ആ തിയേറ്റർ 150 ദിവസം ഓടി. എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് ധൈര്യം കൊടുത്തതും ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ട്. പക്ഷേ രണ്ടാമത് എന്നോട് കാണാൻ പറഞ്ഞു. ഇന്നും ഒരു പക്ഷെ തോന്നുന്നു ക്ലൈമാക്സിൽ അത്രത്തോളം കരഞ്ഞ സിനിമ ഏതെന്ന് അല്ലെ, വേറൊന്ന് ചിലപ്പോൾ ആദ്യത്തെ ഉത്തരവായിട്ട് മാറുന്ന സിനിമ കൂടിയാണ് എന്നുള്ളത്. അതെ, ആൾക്കാർ തിയേറ്ററിൽ കണ്ട് ഭയങ്കര ഹിറ്റായെങ്കിലും ഈ പറയുന്ന ഇപ്പോൾ ഈ സിനിമ കാണാനായിട്ട് എന്താണ് എല്ലാ തലമുറകളും ഒന്നിച്ചു വരുന്നെന്ന് പറയുന്ന പോലെ അന്നും എല്ലാ തലമുറകളും ഒരിക്കലും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലാത്ത വലിയ അമ്മമാരും ഒക്കെ വടിയും കുത്തിപ്പിടിച്ച് വന്ന് തിയേറ്ററിൽ കയറുന്ന കാഴ്ചയൊന്നും കണ്ടിട്ടില്ല. അല്ല, ഞാനത് എൻ്റെ തിയേറ്ററിലാണ് എനിക്ക് അത് ഒരു തിയേറ്റർ ഓണർ എന്നുള്ള നിലയിൽ ഞാൻ പല അനുഭവങ്ങളും ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി 2 ദിവസം ആ ഷോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. അന്ന് എൻ്റെ മാനേജറിനെ മറ്റേ കുട വെച്ചടിച്ച സ്ത്രീകൾ വരെ ഉണ്ട് എന്നുവെച്ചാൽ ടിക്കറ്റ് കിട്ടാതെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഓണർ എന്നുള്ള ലെവലിൽ ഞാൻ കൺട്രോൾ ചെയ്യുന്ന തിയേറ്ററിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി പോകുമ്പോഴത്തേക്കും മതലിൽ ചാരിന്ന് കരയുന്നവരുണ്ട്. അവര് പോയാലും അടുത്ത ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് സന്തോഷമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല 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 ആൾക്കാരെയും അവിടെ ഫേസ് ചെയ്യേണ്ട വന്നു. അന്നൊക്കെ വലിയ ഈ കുമ്പം മീശ വെച്ചൊക്കെ ആൾക്കാർ സിനിമ കാണാൻ വരും. അത് തന്നെ പറയും, ഞാൻ അറിയത്തില്ല എന്ന് പറയും, ബെറ്റ് വെച്ചോളാൻ പറയും. ബെറ്റ് തോറ്റിട്ട് പോകും, കരഞ്ഞിട്ട് പോകും. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞത് നേരത്തെ നമ്മൾ പാട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത്തരത്തിൽ മറ്റൊരു ചിത്രത്തിന് വേണ്ടി വരെ പാട്ട് ചെയ്യാൻ വേണ്ടി സിബി സാറിനെ വിളിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നന്ദനം എന്ന് പറഞ്ഞത് അല്ലെ. കാമിമ പറഞ്ഞത് അത്രയും മനോഹരമായിട്ട് അതിൽ ഏറ്റെടുത്ത് കിടക്കുന്നതിന് കാരണം കൂടിയാണെന്നുള്ളത്. ചിത്രത്തിലെ നായകൻ പൃഥ്വിരാജായിരുന്നു. പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ വാർത്തകളിലും ചർച്ചകളിലും സജീവമായി നിന്നിട്ടുണ്ട്. ആ പേരും വന്നിട്ടുണ്ട് സിബി സാറിനുള്ളത്. അതിൽ ഒന്ന് എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു, അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ ആദ്യം സമീപിക്കുന്ന സിബി സാറിനായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറി ലാൽജോസ് സാറിലോട്ട് എത്തുകയായിരുന്നു എന്നുള്ളത്. ശരിക്കും ഇതിലെ വസ്തുത ശരിക്കും എന്താണ്? അല്ല, അയാളും ഞാനും തമ്മിലുള്ള കഥ ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് ഇവർ പറയുന്നത്. അവർ ആദ്യത്തെ സിനിമ ഞാനുമായിട്ടാണല്ലോ ചെയ്തത്, എൻ്റെ ഇവിടെ പോയിട്ട്. അപ്പോൾ അവരേത് കഥ വന്നാലും ആദ്യം എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ അയാൾക്കത് ഏതാണ് കഥ, അതിൻ്റെ ഒരു ഒറിജിനൽ രൂപം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാം, എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനറിയാതെ അവർ നേരിട്ട് പോയി പൃഥ്വിരാജിനെ കാണുന്നത്. അപ്പം ഞാൻ അറിയുന്നത് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പൃഥ്വിരാജുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കൊരു വിഷയമില്ല, അല്ല ഞങ്ങൾ പോയി ഈ കഥ പറഞ്ഞു. അപ്പോൾ ആരാ ഡയറക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഇത് അവർ പറഞ്ഞ വേർഷനാണ്, പൃഥ്വിരാജ് ഇത് പറഞ്ഞില്ല എന്ന് എനിക്കറിയില്ല. പ്രൊഡ്യൂസർ പറഞ്ഞ ആ വേർഷൻ എനിക്കറിയുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു ഡയറക്ടറെ മാറ്റണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് അയാളുടെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു ഇൻസിഡന്റ് ആണ്, അത് യാഥാർത്ഥ്യമാണ്. ഉത്തരവുണ്ട് അതിലൊരു വ്യക്തിപരമായ എന്തുകൊണ്ടാണ് എന്നുള്ള സാധനം പലപ്പോഴും എന്നോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യം അമൃതം എന്ന അതായിരിക്കണം. അല്ലാതെ ഞാൻ പൃഥ്വിരാജുമായിട്ട് വേറെ ഇൻട്രാക്ഷൻ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. മറ്റേ അമൃതത്തിൻ്റെ സമയത്ത്
ആ സിനിമയിലെ രണ്ടാമത്തെ കഥ ഇയാളുടെ ജയറാമിൻ്റെ അനുജൻ്റെ കഥാപാത്രത്തിനാണ് പൃഥ്വിരാജിനെ വെച്ചിരുന്നത്. അത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രൊഡ്യൂസർമാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് അദ്ദേഹം അവരുമായിട്ടൊരു ഫൈനാൻഷ്യൽ ടേംസിലെത്തിയില്ല. അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, അത് നിങ്ങൾ തമ്മിലാണ്. എനിക്ക് അദ്ദേഹം ഈ ക്യാരക്ടറിനായിട്ട് നമുക്ക് ഉചിതമായതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ അതിൽ ധാരണ ഉണ്ടാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവർ പോയി സംസാരിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല, ഇവർ വന്ന് പറയുന്നത് ഞാൻ കേൾക്കണം. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തമ്മിൽ ധാരണയാകും, നിങ്ങളുടെ ബഡ്ജറ്റിനും വളരെ മുകളിൽ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ അവർ പറഞ്ഞില്ല, അദ്ദേഹം നിലയിൽ നിൽക്കുക എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് നമുക്ക് വലിയ പുതിയ ആൾക്കാരെ നോക്കാം, കാരണം അത്ര ഒരു വേറൊരു അതേ പ്രായത്തിലുള്ള ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാറുന്നത്. ഇത് അതിനകത്ത് എന്താണ് അണ്ടർ കറൻ്റായിട്ട് നടന്നുള്ളത് എനിക്ക് യാഥാർത്ഥ്യം ആ രീതിയിലുള്ള യാഥാർത്ഥ്യം എനിക്കറിയില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യം പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് പൃഥ്വിരാജ് ഇൻവോൾവ് ആണോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല, ഇല്ലെന്നാണ് ഞാൻ ധരിക്കുന്നത്. അത് പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അന്നത്തെ അസോസിയേഷൻ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ആക്ട് ഇഷ്യൂകളുടെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് അത് വന്നതെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് രാജുവിനോട് അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങോട്ടില്ല, ഒട്ടുമില്ല. രാജുവിന് എന്നോട് ഇങ്ങോട്ടും ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതെല്ലാം എന്നെ മാറ്റാൻ അദ്ദേഹം പറഞ്ഞോ എന്നുള്ളത് പ്രൊഡ്യൂസർ പറഞ്ഞേ എനിക്കറിയുള്ളൂ. ഏതായാലും ഒരുപക്ഷെ അദ്ദേഹം എന്നെക്കാളും ലാൽ ജോസ് ആ സിനിമ ചെയ്താൽ നന്നാവുമെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞതാവാം. അതൊന്നും അല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് നമ്മളോട് കോൺഫിഡൻസ്, എന്നോട് കോൺഫിഡൻസ് തോന്നുന്ന ഒരാളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിനകത്ത് വളരെ വേഗ്നെസ് ഉണ്ട്, ഒരുപാട് വേഗ്നെസ് ഉണ്ട് അതിനകത്ത്. യാഥാർത്ഥ്യം എനിക്കറിയില്ല. പക്ഷേ നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഒരിക്കലും കൊണ്ടുനടക്കും. ഒരു പക്ഷേ ഒരു തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ നേരിട്ട് ഒരു സംസാരത്തിലോ ഇത്തരം അഭിമുഖങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ല ശരിക്കും? അല്ല, അത് എനിക്കറിയില്ല. ഇത്തരം വേഗ്നെസ് ഒരുപാട് കിടപ്പുണ്ട്. ആര് പറയുന്നതാണ് സത്യം എന്നുള്ളത്? രാജു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അമൃതത്തിൻ്റെ പ്രൊഡ്യൂസർമാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? ഇദ്ദേഹം പൈസയ്ക്ക് വേണ്ടി വാശി പിടിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുന്ന ഡയറക്ടറാണ്. അതൊക്കെ അറിയാം. നമ്മൾ പ്രൊഡ്യൂസറുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചേ നിൽക്കുള്ളൂ. അല്ലാതെ ഞാൻ മറ്റ് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു നിലപാട് ഒരിക്കലും എടുക്കാറില്ല. അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ആക്ടറെ നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടർ അവർക്കും അവരുടെ ഫൈനാൻഷ്യൽ ടേംസോട് ചേർന്ന് വരുന്നില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറോടെ നിൽക്കുകയുള്ളൂ. അതെൻ്റെ ആദ്യകാലം തൊട്ടുള്ള നിലപാട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാജു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പറഞ്ഞു എന്ന് ഇവർ പറയുന്നു. അതാണ് അവർ രാജുവിനെ മാറ്റാനുള്ള കാരണം. അതുകൊണ്ട് രാജുവിനെ ഒഴിവാക്കി ഒരാളെ ഇടേണ്ടി വന്ന സാഹചര്യം അങ്ങനെ ഉണ്ടായതാണ്. പക്ഷേ വളരെ കാലത്തിന് ശേഷം അതിനകത്ത് അഭിനയിച്ച മറ്റൊരു നടൻ അതിനകത്ത് വേറെ രീതിയിൽ പ്ലേ ചെയ്തു എന്നുള്ളത് ഉണ്ടാകുന്നുണ്ട്. അത് സംഘടനാപരമായ ചില നിലപാടുകളൊന്നും ഉണ്ടായത് ഞാൻ എൻ്റെ സംഘടനയിലെടുത്ത നിലപാടിനെതിരായിട്ടൊക്കെ ഉണ്ടായ ചില കാര്യങ്ങളാണെന്നൊക്കെയാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് രാജു എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ് ആയതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞതുപോലെ ഞാൻ എനിക്കെല്ലാം ഹിയർസേ മാത്രമേ ഉള്ളൂ. ഇപ്പം പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ, നിങ്ങളൊരു ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയും എനിക്കില്ല, എന്നൊരു വിഷയമില്ല, ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്നോട് പറയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പാടില്ലായിരുന്നു. ഇല്ല, ഡയറക്ടർ അറിയാതെ ആരെങ്കിലും ഒരു ആക്ടറെ പോയി കാണാൻ പോകും, ഞങ്ങൾ ഇന്ന് രാജുവിനെ കാണാൻ പോകുന്നു, വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാമെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ പോയി കാണുന്നുണ്ട് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. ഇത് രണ്ടും ചെയ്യാതെ അവർ നേരിട്ട് പോയതാണ്. അപ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഫോൾ പ്ലേ ഉണ്ടോ എന്നും എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് 24 വർഷങ്ങൾക്ക് ശേഷം സിനിമ എഴുതുന്ന ഒരുപക്ഷെ കാലം തെറ്റി ഇറങ്ങുന്ന സിനിമ എന്നൊക്കെ പലപ്പോഴും പറയാമെങ്കിലും അതിന് അന്നും ആ കഥാമൂല്യമുണ്ട്, പുതുമയുണ്ട്, ഇന്നും അതുണ്ട്. ആ സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ എങ്ങനെയാണ് അറിയിച്ച വിജയങ്ങൾ അത് കുറച്ച് വൈകിയാണെങ്കിലും വരിക തന്നെ ചെയ്യും. അത് അണിയർ പ്രവർത്തന നിലയിൽ വലിയ സന്തോഷം നിങ്ങൾക്കുണ്ട്. അഭിമാനത്തിൽ സന്തോഷത്തിലും ആ പങ്ക് ഇപ്പോൾ പറഞ്ഞോട്ടെ എന്ന് കൂടി അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഒത്തിരി സന്തോഷം ഇത്രയും സമയം. താങ്ക് യു.